നമസ്കാരം. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങളോട് ഏത് ചക്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പോൾ പലരും പല ഉത്തരങ്ങളും അതിന് റിപ്ലൈ ചെയ്തു. താങ്ക്സ് ഫോർ റിപ്ലൈ. ഞാനതെല്ലാം കണ്ടു. ഇതിലൊരു ശരി ഉത്തരമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ആണ് ഏത് ചക്ര ഇമ്പോർട്ടൻ്റ് എന്ന് വരുന്നത് നിങ്ങളത് പറഞ്ഞത്. അതേപോലെ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കൊരു ചക്ര സിസ്റ്റത്തിൻ്റെ എൻ്റെ ശരീരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് എനിക്ക് ഒരു ചക്ര ഒരു പർട്ടിക്കുലർ ചക്ര അത് കൂടുതൽ എംഫസിസ് ആൾക്കാർ കൊടുക്കരുതെന്നുള്ളൊരാഗ്രഹം എനിക്ക് പറയാനുണ്ട്. പിന്നെ വേറൊരു ചക്ര അത് കൂടുതൽ എംഫസിസ് കൊടുക്കണമെന്നും എനിക്ക് സജസ്റ്റ് ചെയ്യാനുണ്ട്. എഗെയിൻ ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഇത് സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ വേറൊരു കാര്യം പറയാനുള്ളത്, ഹ്യൂമൻസിൽ എനർജി സിസ്റ്റം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല തലമുറകൾ, തലമുറയല്ല ഹെറിഡിറ്ററി ലീനിയേജസ് ഉണ്ട്. ഒരാളുടെ എനർജി സിസ്റ്റം അല്ല വേറൊരാളുടെ. കുറേ ഇൻഫ്ലുവൻസസ് ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ. ഭൂമി അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബിഫോർ 20,000-30,000 എനിക്കറിയില്ല, അതിലും മുന്നേ ആണ് ഹ്യൂമൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ സ്റ്റാർ നേഷൻസ്, അതർ സ്പീഷീസ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റും ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പലരുടെയും എനർജി സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കി ഒരു 7 ചക്ര സിസ്റ്റം മാത്രമാണ് ശരി എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകരുത്. നിങ്ങൾക്ക് ചില എനർജി പോയിൻറ്റ്സ് ഈ 7 ചക്രാസിൽ അല്ലാത്ത എനർജി പോയിൻറ്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോമിനൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിൽ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ ചക്രാസും ഇമ്പോർട്ടൻ്റ് ആണ്, ഫസ്റ്റ് തിങ്. പിന്നെ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് തേർഡ് ഐക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു ചാനലിൽ ഞാൻ ഷെയർ ചെയ്ത്, നിങ്ങൾ പലരും എൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാകും. ഞാൻ ഈജിപ്തിൽ പോയപ്പോഴാണ് എനിക്ക് ഫുൾ ബ്ലോൺ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവുകയും എൻ്റെ തേർഡ് ഐയും വേറെ കുറേ ചക്രാസും ആക്ടിവേറ്റ് ആവുകയും ചെയ്തത്. അതിനുശേഷം ജസ്റ്റ് ഒരു കളറോ അല്ലെങ്കിൽ ഒരു ടിംഗ്ലിങ്ങോ അവിടെ ഒരു എക്സ്പീരിയൻസോ അല്ല, എൻ്റെ തേർഡ് ഐ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുൾ കാണാം തേർഡ് ഐ കൂടെ. അപ്പോൾ പക്ഷേ അത് സംഭവിച്ചപ്പോൾ എൻ്റെ ബേസ് ചക്രാസ് ഒന്നും സ്റ്റേബിൾ അല്ലായിരുന്നു, ആക്ടിവേറ്റഡോ സ്റ്റേബിളോ അല്ലായിരുന്നു ബേസ് ചക്രാസ്. അതുകൊണ്ട് എനിക്ക് കുറേ പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് വന്നത്. ഇപ്പോഴും എൻ്റെ സിസ്റ്റം ഞാൻ നോക്കിയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഈ ബോഡിയും ഈ എനർജി സിസ്റ്റവും. ഈ തേർഡ് ഐയിൽ കാണുന്നത് ഈ ഇലൂഷണറി റിയാലിറ്റി തന്നെയാണ്. പിന്നെ ഈ മൈൻഡ് ഒരു ഹാൻഡിൽ അതിനുണ്ട്. നമ്മൾ മനസ്സിൽ ചിന്തിക്കില്ലേ, മനസ്സിലൊരു വീഡിയോ പോലെ മനസ്സിൻ്റെ ഒരു സ്ക്രീനുണ്ട്. അതേപോലെ ആ സ്ക്രീനിന് പകരം നമ്മൾ മുന്നിൽ കാണുന്നു അല്ലെങ്കിൽ ചുറ്റും കാണുന്നു, ഒരു 360 ഡിഗ്രിയിൽ കാണുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നെ സംബന്ധിച്ച് തേർഡ് ഐ. പക്ഷെ അപ്പം മനസ്സ് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് തേർഡ് ഐയിൽ. അത് പ്രൊജക്റ്റ് ചെയ്യാതെ ഉള്ള വിഷൻസും കാണാം. എപ്പോഴാണ് നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിർത്തിയിട്ട് ആ മൈൻഡ് കാം ആവുമ്പോൾ ഞാൻ കാണുന്നത് ക്ലിയറായിട്ട് സത്യങ്ങൾ, ശരിക്കും പ്രീവിയസ് ലൈഫ്, പാസ്റ്റ് ലൈഫ്, ഫ്യൂച്ചർ അങ്ങനെയുള്ളത് കാണാൻ തുടങ്ങും. പക്ഷെ ഞാൻ ആ സ്റ്റേറ്റിലേക്ക് എൻ്റെ മൈൻഡിനെ കൊണ്ടുവരണമെങ്കിൽ, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വെരി ഹൈ എനർജിയാണ് എൻ്റെ ബോഡിയിൽ കൂടെ പോകുന്നത്. അതെനിക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ തേർഡ് ഐ ഓപ്പണായി ഉള്ളവർ പലരും സൊസൈറ്റിയിൽ നിന്നും ദൂരെ നിൽക്കും. ഇപ്പം നിങ്ങൾ മുനിമാരല്ലെങ്കിൽ വലിയ തേർഡ് ഐ ഓപ്പണായ പല പ്രവചനങ്ങളും നടത്തുന്നവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവർ
അവർ സൊസൈറ്റിയിൽ നിന്ന് മാറിയായിരിക്കും നിൽക്കുന്നത്, പ്രകൃതിയോട് ചേർന്ന്. കാരണം അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു നേരത്തെ ഫുഡ് പോലും മാറിയാൽ ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്കങ്ങനെ ഐ ചൂസ് നോട്ട് ടു ഡു ദാറ്റ്. എനിക്ക് അങ്ങനെ ജീവിക്കണമെന്നുള്ള താല്പര്യമില്ല. എനിക്ക് ഫാമിലിയായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. എനിക്ക് ലോകത്തിൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ തേർഡ് ഐ എബിലിറ്റീസ് യൂസ് ചെയ്യാറില്ല. ആഫ്റ്റർ ഓൾ അത് കാണുന്ന ഇലൂഷൻ തന്നെയാണ്. നമ്മുടെ ഈ ഫിസിക്കൽ റിയാലിറ്റി അല്ലെങ്കിൽ ഈ ഇലൂഷണറി വേൾഡ് തന്നെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ വേറൊരു ടൈം കാണിക്കും, ചിലപ്പോൾ ഫ്യൂച്ചർ കാണിക്കും, ചിലപ്പോൾ പാസ്റ്റ് കാണിക്കും, ചിലപ്പോൾ വേറൊരാൾ വരുമ്പോൾ അവരുടെ എനർജി, ബോഡി, അവരുടെ ഒരു ഫ്രീക്വൻസി, ഈവൺ ഒരു മെസ്സേജ് കിട്ടിയാൽ തന്നെ അവരുടെ ഫ്രീക്വൻസി, അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളല്ല. ചിലപ്പോൾ അവരെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയുകയാണ് ഒരു എൻറ്റിറ്റി നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്ലിയറൻസ് ചെയ്യാം. അത്രയും അതിൻ്റെ ഒരു ചെറിയ ഇമ്പോർട്ടൻസ് ഞാൻ കാണുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ, എന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇലൂഷൻ നമ്മുടെ ഈ ഡ്രാമ റിലേറ്റഡ് കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്കതല്ല വേണ്ടത്. എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നമ്മളുടെ റിയാലിറ്റി ഇതൊരു ഡ്രാമ മാത്രമാണെന്നും നമ്മൾ ജസ്റ്റ് അവയർനെസ് മാത്രമാണെന്നുമാണ് ഞാൻ പിന്നെയും എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇഷ്ടം പോലെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഞാൻ എന്തിനാണ് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞാനൊരു ചാനൽ ഉണ്ടാക്കുന്നത്? അപ്പോൾ എനിക്ക് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്യാനാണ് ഞാൻ പിന്നെയും ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത്. നിങ്ങൾ അവയർനെസ് മാത്രമാണ്. നിങ്ങൾ ഈ ശരീരം, മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഒരു ഇതാണ്, നിങ്ങളതല്ല. അപ്പോൾ തേർഡായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന തേർഡായി ആക്ടിവേറ്റ് ചെയ്തിട്ട് സ്പിരിച്വൽ എബിലിറ്റീസ്, സൈക്കിക് എബിലിറ്റീസ് യൂസ് ചെയ്തിട്ട് കാശുണ്ടാക്കുക. അതാണിപ്പോൾ ഫുൾ ലോകം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഭൂമിയുടെ എനർജി വെരി കൺഡ്യൂസീവാണ്. പെട്ടെന്ന് തന്നെ തേർഡ് ഐ ആക്ടിവേറ്ററും ഒക്കെ ആവാം ആൾക്കാർക്ക്. പക്ഷേ ഞാൻ കഴിയുന്നത് അത് ചെയ്യാറില്ല. എനിക്കറിയാം തേർഡ് ഐ ആദ്യമൊക്കെ എനിക്ക് ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല ഒക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ കുറേ വർഷങ്ങൾ, 2015 തോന്നുന്നു ഇത് സംഭവിച്ചു. ഏകദേശം 10 വർഷമായി. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാനത് പഠിച്ചു എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഒരിക്കലും തേർഡ് ഐ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ഇറ്റ്സ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ചക്ര. അത് ജസ്റ്റ് ഒരു സൈക്കിക് എബിലിറ്റിയാണ്. നമുക്ക് സെൻസസിൽ നിന്ന് വിഡ്രോ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കൂടുതൽ സെൻസറി പെർസെപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ എന്നുള്ളത് മൈൻഡിന് കൂടുതൽ കൺട്രോൾ കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ ശരിക്കും സെൻസസിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഉള്ളിൽ മാത്രമേ നമ്മുടെ ജേർണി ഷുഡ് ബി ഇൻസൈഡ്. നമ്മൾക്ക് ഉള്ളിൽ മാത്രമാണ് നമ്മളെ കാണാൻ പറ്റുള്ളൂ. പുറമേ തപ്പിക്കഴിഞ്ഞാൽ നമ്മളെ കിട്ടില്ല. എന്താ സംഭവിക്കണം? നിങ്ങൾ കുറേ അവിടെ പോവും ഇവിടെ പോവും എല്ലാവരുടെ അടുത്തും ചോദിച്ച് അവസാനം ഒരാൾ പറയും ഇത് ഉള്ളിലാണെന്ന് പറയും. അത് എന്ന് നിങ്ങൾ അത് മനസ്സിലാക്കുന്നോ അന്നാണ് ശരിക്കും നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പുറത്തേക്ക് നടന്നാൽ കാര്യമുള്ള ഉള്ളിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനൊരു കാര്യം, തേർഡ് ഐ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്നുള്ളൊരു സജഷൻ മാത്രമാണ്. ഓക്കെ, പിന്നെ വേറൊരു ചക്ര എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതാണ് ഹാർട്ട് ചക്ര. ഹാർട്ട് ചക്ര നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഇൻ ബിറ്റ്വീൻ ചക്രയാണ്. താഴത്തെ 3 ചക്ര, ഇപ്പോൾ 7 ചക്രയുടെ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ താഴത്തെ 3 ചക്ര ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള, എർത്തിലെ ലൈഫിന് വേണ്ടിയുള്ള 3 ഡയമെൻഷണൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള 3 ചക്ര. മേലത്തെ 3 ചക്ര സ്പിരിച്വൽ, കുറച്ചും കൂടി ഹയർ നമ്മുടെ ഹയറായിട്ടുള്ള ബീയിങ്സിന്, ഹയറായിട്ടുള്ള എനർജി വൈബ്രേഷനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു ചക്രാസാണ്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നിൽക്കുന്നതാണ് ഹാർട്ട് ചക്ര. ഹാർട്ട് ചക്രയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്. അത് നമ്മളെ വണ്ണസ്സിലേക്ക് എത്തിക്കും. നമ്മുടെ ചുറ്റുമുള്ളത് നമ്മൾ തന്നെയാണെന്നും നമ്മളെല്ലാം ഒന്നാണെന്നുള്ളതും നമ്മളെല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കണം. അവരെന്ത് ചെയ്താലും
അത് അവരുടെ ആക്ടിങ് അവർ ചെയ്യണതാണ് എന്നുള്ളതും നമ്മൾ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുക എന്നുള്ളത് ഹാർട്ട് ചക്ര ഓപ്പൺ ആകുമ്പോൾ മനസ്സിലാക്കും. അങ്ങനെ ഹാർട്ട് ചക്ര ഓപ്പണായി കഴിഞ്ഞിട്ട് അതിനു മുന്നേ താഴത്തെ ചക്രാസും നല്ല സ്ട്രോങ് ആണ്. ഹാർട്ട് ചക്രയും ഓപ്പണായി കഴിഞ്ഞിട്ട് തേർഡ് ഐ ഓപ്പൺ ആയാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ തേർഡ് ഐ വിഷൻസിനെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഹാർട്ട് ചക്രയുടെ ഫ്രീക്വൻസിയിൽ കൂടിയാണ് കാണുക. എപ്പോഴും തേർഡ് ഐയും ഹാർട്ട് ചക്രയും കണക്ട് ചെയ്യണം. തേർഡ് ഐ ഒരു ഗോൾഡൻ സ്ട്രിങ് തേർഡ് ഐയും ഹാർട്ടും കണക്ട് ചെയ്യുന്ന എപ്പോഴും എനർജി ഫ്ലോ തേർഡ് ഐയും ഹാർട്ടും കണക്ട് ചെയ്യാനായിട്ട് ഇമാജിൻ ചെയ്യണം. അപ്പോൾ ഹാർട്ട് എപ്പോഴും തേർഡ് ഐനെ ഗൈഡ് ചെയ്യും. ഹാർട്ടാണ് മാസ്റ്റർ ആയിരിക്കേണ്ട ആൾ മൈൻഡിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കേട്ട പോലെ ആ ഹാർട്ട് എന്ന് വിചാരിക്കുന്നു ഞാനാണ് മാസ്റ്റർ, ആ സമയം മൈൻഡ് ഇല്ലാതെയാവും. ആ ഹാർട്ട് ചക്ര ഇപ്പം തന്നെ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഹാർട്ട് ചക്രയിൽ ഫീലിങ്സ് ഉണ്ടാവും. കാരണം ഹാർട്ട് വെറുതെ ഒരു ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു മെഷീനല്ല, അല്ലെങ്കിൽ ഒരു അവയവമല്ല. ഈ നമ്മൾ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പുതിയവർ പറയുന്നുണ്ട്, ബ്രെയിൻസിനേക്കാളും ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ് സെൽസ് ഹാർട്ടിലുണ്ടെന്നാണ് പറയുന്നത്. സത്യമാണോ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ഹാർട്ട് ചക്ര ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഹാർട്ട് ചക്ര റിലേറ്റഡ് മെഡിറ്റേഷൻ ഞാനത് വേറൊരു വീഡിയോയിൽ പറയാം. അത് ഈ വീഡിയോ അല്ലെങ്കിൽ നീണ്ടുപോകും. അപ്പോൾ ഹാർട്ട് ചക്രയായിട്ട് എപ്പോഴും കണക്ട് ചെയ്യുക. ഹാർട്ടിൽ ഫോക്കസ് ചെയ്യുക. ഒരാളെ പറ്റി ദേഷ്യമുണ്ടോ, ഹാർട്ടിൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളത് അത് ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും അല്ലാത്ത ഡിഫറെൻറ്റ് ചക്രാസ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. ഇതിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചക്രാസ് ഞാൻ പറയാം. ഞാൻ ചക്ര ക്ലിയറിങ് അല്ലെങ്കിൽ ഹീലിംഗ് സീരീസ് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ചക്രാസൊക്കെ ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ആ ചക്രാസ് ഏതാണെന്ന് പറയും. നമ്മുടെ കാലിൻ്റെ താഴെ ഒരു ചക്ര ഫീൽ ചെയ്യാം. അത് എർത്ത് സ്റ്റാർ ചക്ര എന്നാണ് പേര്. എനിക്ക് സത്യമാണോ എന്നറിയില്ല, എനിക്കറിയാവുന്ന കാര്യം. അവിടെ ഒരു എനർജി ഫീലിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം. എർത്ത് സ്റ്റാർ ചക്ര എന്നാണ് പറയുന്നത് അതിന്, കാലിൻ്റെ താഴെ. പിന്നെ നമ്മുടെ റൂട്ട് ചക്ര, സേക്രൽ ചക്ര, പിന്നെ മൂന്നാമത്തെ ചക്ര. അത് കഴിഞ്ഞൊരു നോട്ട് പോലെ എനിക്ക് എനർജി മൂവ് ചെയ്യാത്ത കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു, കുറേ വർഷങ്ങൾ മുന്നേ. അതിപ്പോൾ എനർജി അതിൽ കൂടെ ക്ലിയറായിട്ട് മൂവ് ചെയ്യും. പിന്നെ ഹാർട്ട് ചക്ര. പിന്നെ ഹാർട്ട് ചക്രയുടെ തോട്ട് ചക്രയുടെയും ഇടയ്ക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചക്ര ഫീലിംഗ് ഉണ്ട് എനിക്ക്. അത് ഏത് ചക്രയാണെന്ന് എനിക്കറിയാം. തൈറോയിഡ് ആണെന്ന് പലരും പറയുന്നു, പക്ഷെ എനിക്കറിയില്ല. ആ ചക്ര വളരെ പ്രോമിനൻ്റ് ആണ് എനിക്ക്. പിന്നെ ത്രോട്ട് ചക്ര, തേർഡ് ഐ വളരെ ആക്റ്റീവാണ്. തേർഡ് ഐയുടെ മേലെ ഹെയർ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത്, തേർഡ് ഐയുടെ മേലെ സഹസ്രാര ചക്രയുടെ ഇടയിൽ ഈ ഹെയർ ലൈൻ സ്റ്റാർട്ട് ചെയ്യില്ലേ, മുടി സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ശരിക്കും ഒരു ചക്ര ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അത് എൻ്റെ തേർഡ് ഐ ചക്രയും അതും ഒക്കെ ഒരുമിച്ച് ആക്ടിവേറ്റ് ആയതാണ്. ഈജിപ്തിലൊരു ടൂംബ് അല്ലെങ്കിൽ ഒരു ടെമ്പിളിൽ നിന്ന് പുറത്ത് വന്നു, ടെമ്പിളിലുള്ളപ്പോഴൊക്കെ ആണ് ആദ്യമായിട്ട് ഞാനത് ഫീൽ ചെയ്യുന്നത്. പിന്നെ സഹസ്രാര ചക്ര, അതൊരു ഓപ്പണിങ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അത് പക്ഷേ എനിക്കൊരു ബ്ലിസ് സ്റ്റേറ്റ്, എപ്പോഴും യോഗികൾ പറയുന്ന ബ്ലിസ് സ്റ്റേറ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ട് എനിക്ക് കുറേ തവണ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ ഒരു സ്റ്റേറ്റിലല്ല. പക്ഷെ എനിക്കൊരു ഓപ്പണിങ് ഫീൽ. പക്ഷെ അതിനും മേലെ ചക്രാസ് ഉണ്ട്. ഐ ക്യാൻ ഫീൽ സോൾ സ്റ്റാർ ചക്ര എന്ന ചക്രയുണ്ട്. പക്ഷേ അതിലും മേലെ ചക്രാസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനൊന്നും പേരെനിക്കറിയില്ല. അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ ഉള്ളത്. താങ്ക് യു അഗെയിൻ കമൻറ്റ് ചെയ്തതിന്. താങ്ക് യു.